ഈ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചത് ആരൊക്കെ എന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും അധികം വായിക്കപ്പെടേണ്ടത് കെ മുരളീധരൻ ഇന്ന് നടത്തിയ ഒരു പ്രസ്താവനയാണ്. അതായത് 2016 മുതൽ വളരെ കൃത്യമായി UDF-നെ പിന്തുണയ്ക്കുകയാണ്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ തനിക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കൃത്യമായി ലഭിച്ചു, കുമ്മനം രാജശേഖരനെ തോൽപ്പിക്കാൻ വേണ്ടി എന്ന് വളരെ കൃത്യമായി വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നും കെ മുരളീധരൻ പറയുകയാണ്. ആദ്യമൊക്കെ മുരളീധരൻ ആ ഒരു പ്രസ്താവനയിൽ പറഞ്ഞതെല്ലാം ഒതുങ്ങുമെന്നാണ് കരുതിയത്. പക്ഷേ ശക്തിയുക്തം അതിനെ പിന്തുണച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രംഗത്ത് വരികയാണ്. ഒപ്പം UDF-ലെ പ്രബല ഘടകകക്ഷിയായ CMP CP ജോണൊക്കെ വരികയാണ്. എങ്ങനെ കാണണം കെ മുരളീധരന്റെ പ്രസ്താവനയെ? കെ മുരളീധരന്റെ പ്രസ്താവന പ്രത്യേകിച്ച് രാഷ്ട്രീയ കേരളം വലിയ ഞെട്ടലോടുകൂടി കേൾക്കേണ്ടുന്നതായിട്ടുള്ള കാര്യമൊന്നുമില്ല. ഒരു അരമന രഹസ്യമായിരുന്നു, അത് അങ്ങാടിപ്പാട്ടായിരുന്നു. അതിപ്പോൾ അവർ കുറച്ചുകൂടി തുറന്നു പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നോക്കൂ, ഇതിനകത്ത് നമുക്ക് കോൺഗ്രസിനെ മാത്രമായിട്ടല്ല സംസാരിക്കേണ്ടത്. 2015 ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മലബാർ മേഖലയിൽ വളരെ വ്യാപകമായിട്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമി CPM കൂട്ടുകെട്ട് ഉണ്ടായിട്ടുണ്ട്. ഈ 2016 വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ കെ മുരളീധരനെ അവർ പിന്തുണച്ചു എന്ന് പറയുമ്പോൾ ബാക്കി 139 മണ്ഡലങ്ങളിൽ പലയിടത്തും അവർ തരാതരം പോലെ ചിലയിടത്ത് ഇടതുപക്ഷത്തെയും ചിലയിടത്ത് കോൺഗ്രസിനെയൊക്കെ പിന്തുണച്ചിട്ടുണ്ട്. ഇപ്പോൾ CPM കുറച്ച് കാലങ്ങളായിട്ട്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ജമാഅത്തെ ഇസ്ലാമി വലിയ വർഗീയ സംഘടനയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും അത് ഒരു കൊതിക്കറിവ് മാത്രമാണ്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് അവർ വളരെ ഓപ്പണായിട്ട് തന്നെ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ജമാഅത്തെ ഇസ്ലാമി SDPI ഒക്കെ പോയിട്ടുള്ളത് കൊണ്ട് തന്നെ CPM-ന് അങ്ങനെ ഒരു കൊതിക്കറിവ് ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിൻ്റെ പേരിൽ മാത്രമാണ് ജമാഅത്തെ ഇസ്ലാമി ഒരു വർഗീയ സംഘടനയാണ്, അവരുമായി കൂട്ടുകൂടാൻ പാടില്ല എന്നൊക്കെ CPM പ്രതിനിധികൾ പറഞ്ഞു വരുന്നത്. അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റാൻഡ് മാത്രമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് 2021-ലും 2016 പൊതുവെയും അവർക്ക് നഷ്ടപ്പെട്ടിരുന്ന ജമാഅത്തെ ഇസ്ലാമി വോട്ട് അവരിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്, SDPI വോട്ട് അവരിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കുറച്ചുകൂടി അഗ്രസീവായിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കൂടുതലായിട്ട് അവരുടെ വോട്ട് പരക്കെ കേരളം ഒട്ടൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അവർക്ക് 2026 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും തരത്തിൽ കേരളത്തിൽ ഒരു തിരിച്ചുവരവ് നടത്തുവാനും വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അതിന് സ്പിയർ ഹെഡ് ചെയ്ത് കെ മുരളീധരൻ മുമ്പോട്ട് പോകുന്നേ ഉള്ളൂ. കാരണം കോൺഗ്രസിനകത്ത് തന്നെയും ഈ പറയുന്ന പലതരത്തിലുള്ള അധികാര വടംവലികൾ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇസ്ലാമിക ഒരു റാഡിക്കൽ ഫോഴ്സസിന്റെ മുമ്പിൽ ഞാനാണ് നിങ്ങളെ കൂടുതൽ പ്രീണിപ്പിക്കുന്നത്, എനിക്ക് നിങ്ങളുടെ പേര് പറയാൻ മടിയില്ല കേട്ടോ, നിങ്ങളുടെ സഹായം ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് തുറന്നു പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല, അപ്പം ഞാൻ തന്നെയാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആള് എന്ന് പറഞ്ഞ് മത്സരിക്കുവാൻ വേണ്ടിയിട്ട് കോൺഗ്രസിൻ്റെ അകത്തുള്ള ഓരോ നേതാക്കളും മുമ്പോട്ട് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതോടൊപ്പം തന്നെ UDF-ൽ നിന്നുള്ള ഒരു ഐഡിയോളജിക്കൽ ബാക്കിംഗ് അതിന് കിട്ടുന്നു എന്നാണ് CP ജോണിന്റെ പ്രസ്താവനയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം വളരെ സൈദ്ധാന്തികമായിട്ട്, സാധാരണഗതിയിൽ നമ്മുടെ മിനിസ്റ്റർ രാജീവൊക്കെ സംസാരിക്കുന്നത് പോലെ വളരെ സൈദ്ധാന്തിക തലത്തിലൊക്കെ ശ്രീ CP ജോൺ അവതരിപ്പിച്ചിരിക്കുകയാണ്. ന്യൂനപക്ഷ വർഗീയതയെ നമ്മൾ എന്തുകൊണ്ട് പ്രീണിപ്പിക്കണം, അതിനെ എന്തുകൊണ്ട് പ്രോത്സാഹിപ്പിക്കണം എന്നൊക്കെ ഉള്ള തലത്തിലുള്ള വലിയ സൈദ്ധാന്തികമായ ഒരു കവറിംഗ് ഫയറാണ് CP ജോൺ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ CP ജോണിന്റെ പ്രസ്താവന ഒരു ഭാഗത്ത് വരുന്നു, കെ മുരളീധരന്റെ ഒരു പ്രസ്താവന മറ്റൊരു ഭാഗത്ത് വരുന്നു. നമ്മൾ ഇതിനെയൊന്നും വളരെ ആകസ്മികമായിട്ടോ യാദൃച്ഛികമായിട്ടോ ഒന്നും തന്നെ കാണേണ്ടുന്നതില്ല. ഇതെല്ലാം വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് വളരെ കൃത്യമായിട്ട് മെസ്സേജ് ലഭിക്കേണ്ടവർക്ക് മെസ്സേജ് ലഭിക്കുവാൻ വേണ്ടിയിട്ട് തന്നെ അവർ നടത്തിയിരിക്കുന്ന പ്രസ്താവനകളാണ്. പിന്നെ 2016 UDF-നായിരുന്നു വട്ടിയൂർക്കാവിൽ കെ മുരളീധരനായിരുന്നു പിന്തുണ. അത് കെ മുരളീധരൻ തുടർന്ന് പറഞ്ഞിരിക്കുകയാണ്. 2016 ശിവൻകുട്ടിക്കായിരുന്നു നേമത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ SDPI-യുടെ പിന്തുണ. ശിവൻകുട്ടിയെ തുറന്ന് പറയില്ല എന്ന് മാത്രം, അത് അണ്ടർഗ്രൗണ്ട് ധാരണയാണ് എന്ന് മാത്രം. 2021-ലും കുമ്മനം രാജശേഖരനെതിരെ ജമാഅത്തെ ഇസ്ലാമിയുടെ SDPI-യുടെ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. കെ മുരളീധരൻ പറഞ്ഞൊരു പ്രസ്താവന നമ്മൾ വളരെ സസൂക്ഷ്മം ശ്രദ്ധിച്ചു വേണം കേൾക്കാൻ. 2016 കുമ്മനം രാജശേഖരനെതിരെ കിട്ടിയെന്നാണ്, 2021 കിട്ടിയെന്ന് പറഞ്ഞില്ല. അപ്പൊ 2021 അദ്ദേഹത്തിന് അല്ലെങ്കിൽ പിന്നെ ആർക്കാണ് അവർ പിന്തുണ കൊടുത്തത്? അത് ശിവൻകുട്ടിക്കായിരുന്നു. അപ്പൊ തരാതരം പോലെ ഈ രണ്ട് മുന്നണികളും വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന ഇസ്ലാമിക് റാഡിക്കൽ ഫോഴ്സസുമായിട്ട് കൈകോർക്കുവാനും വേണ്ടിയിട്ടും അവരുമായിട്ട് കാര്യങ്ങളെല്ലാം വേറൊരു തരത്തിലേക്ക് ആ ഭാഷ കൊണ്ടുപോകുന്നില്ല, ഷെയർ ചെയ്യാനും വേണ്ടിയിട്ടുമൊക്കെ അവർ തയ്യാറാണ്. അവർ തയ്യാറായിരിക്കുന്നത് കെ മുരളീധരൻ തുറന്നു പറയാൻ ഉള്ള മനസ്സ് കാണിച്ചതിന് അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്.